ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വരെ വഴറ്റാം. കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റണം. പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഒരുപാട് പുളി ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി ഇതൊന്ന് പുളി സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഇനി കൂട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിക്കാം. അരച്ച് വെച്ച ചമ്മന്തിക്കൂട്ട് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചമ്മന്തി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.